കോട്ടപ്പുറം ആറ്റാശ്ശേരി റോഡിൽ ചോലക്കുറിശി ഭാഗത്ത് റോഡിന് അരികുവശം ഇടിഞ്ഞതു സംബന്ധിച്ച് റോഡിന്റെ ഉപഭോക്താക്കളായ വാർഡുകളിലെ ജനപ്രതിനിധികൾ ഒരുമിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകിയതിനെ തുടർന്നാണ് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചതെന്ന് വാർഡ് മെമ്പർ എം മോഹനൻ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റോഡിന് അരികുവശം ഇടിഞ്ഞതിനെക്കുറിച്ച് 1 വർഷം മുൻപ് തന്നെ വാർഡ് മെമ്പർ ഭരണസമിതിയുടെ മുമ്പാകെ നിവേദനം നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും ഒരു നടപടിയും ആകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ സംയുക്തമായി നിവേദനം നൽകിയത്. ഏകദേശം 4 കിലോമീറ്ററിലധികം ദൂരം വരുന്ന ഈ റോഡിന്റെ ടാറിംഗ് പ്രവർത്തനങ്ങൾക്കായി ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാറാണ് 2 കോടി രൂപ അനുവദിച്ചത്. പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് റോഡിന്റെ അരികുവശം തകർന്നിരുന്നില്ലെന്ന് മോഹനൻ മാസ്റ്റർ പറഞ്ഞു. മുൻപുണ്ടായ പ്രളയത്തിൽ തകർന്ന ഈ റോഡിലുള്ള കരിമ്പനവരവ് പാലം പുനർനിർമ്മിക്കുന്നതിനായി മുൻ MLA പി ഉണ്ണിയും നിലവിലെ MLA കെ പ്രേംകുമാറും 40 ലക്ഷം രൂപ വീതം അനുവദിച്ചിരുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ റോഡിലേക്കും പാലത്തിലേക്കും ഫണ്ടുകൾ അനുവദിച്ചിട്ടുള്ളത് ഇടതുപക്ഷ MLA മാത്രമായിരുന്നു എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണെന്ന് മോഹനൻ മാസ്റ്റർ പറഞ്ഞു. മുതൽ ആറ്റാശ്ശേരി വരെയുള്ള റോഡിന്റെ നവീകരണത്തിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ റോഡിന്റെ നവീകരണത്തിന് വേണ്ടി ഏതെങ്കിലും രീതിയിൽ ഫണ്ട് അനുവദിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ഉള്ള സമയത്ത് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റിൽ 2 കോടി രൂപ കോട്ടപ്പുറം ആറ്റാശ്ശേരി റോഡിന്റെ നവീകരണത്തിന് വേണ്ടി നീക്കിവെച്ചിരുന്നു. ആ നീക്കിവെച്ചത് റോഡിന്റെ റീടാറിംഗ് ഉൾപ്പെടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ്. അത് എസ്റ്റിമേറ്റ് എടുത്ത് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ച് ടെൻഡർ ചെയ്ത് ആ റോഡിന്റെ നവീകരണ പ്രവർത്തനം പൂർത്തീകരിക്കുകയും അത് ആളുകൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ നവീകരണ പ്രവർത്തനത്തിന്റെ എസ്റ്റിമേറ്റിന്റെ ഒരു ഭാഗത്തും സംരക്ഷണ ഭിത്തി കെട്ടുക എന്ന ഒരു പ്രവൃത്തി ഉണ്ടായിട്ടേ ഇല്ല. 2019 പ്രളയത്തിന്റെ സമയത്താണ് കരിമ്പനവരമ്പ് പാലം തകരുന്നത്. അന്നത്തെ MLA ആയിട്ടുള്ള ശ്രീ പി ഉണ്ണി അതിന്റെ കരിമ്പനവരമ്പ് പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി 40 ലക്ഷം രൂപ ആദ്യം അനുവദിച്ചു. ആ തുക കൊണ്ട് പണി പൂർത്തീകരിക്കാതെ വന്നപ്പോൾ തുടർന്ന് MLA ആയി വന്നിട്ടുള്ള ശ്രീ കെ പ്രേംകുമാർ 40 ലക്ഷം രൂപ കൂടി അതിനനുവദിച്ചു. അങ്ങനെ 80 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കരിമ്പനവരമ്പ് പാലത്തിന്റെ നവീകരണ പ്രവർത്തനം നടന്നത്. ഇത്രയൊക്കെയായിട്ടും റോഡരികിലുള്ള ഈ തകർച്ചയെക്കുറിച്ച് പറയാതെ അനാവശ്യ കുപ്രചരണങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ അഴിച്ചുവിടുന്നതായും ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് തന്നെ മുൻകൈയെടുത്ത് റോഡരികിലുള്ള അപകടാവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ വാർഡ് മെമ്പർമാരായ സി ചാമി, ഫസീല നൌഷാദ്, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സുബ്രഹ്മണ്യൻ എന്നിവരും പങ്കെടുത്തു.